വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർഷകരുടെ മേൽ കുതിര കയറാനുള്ള അനുമതിയാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. കർഷകരെ കുടിയിറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ വനനിയമ ഭേദഗതിയെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. വിജ്ഞാപനം കരട് മാത്രമാണെന്നും സഭ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ഉള്ളിൽ മാത്രം അധികാരമുണ്ടായിരുന്ന വനപാലകർക്ക് നാട്ടിൽ സകലരുടെയും മേൽ കുതിര കയറുന്നതിനുള്ള ലൈസൻസാണ് ഈ വിജ്ഞാപനത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഭേദഗതികളോടുകൂടിയാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലെത്തി അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. വളരെ അപകടകരമായ ഇത് സംഭവിക്കാൻ പോകുന്നത് അതിഗുരുതരമായ അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, വന നിയമ ഭേദഗതി നീക്കം അതിൽ സഭ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ എന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രന്റെ വാദം. ഇതിനെതിരെ സഭയിൽ നിന്നും അതോടൊപ്പം പ്രതിപക്ഷത്തിൽ നിന്നും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഏത് രീതിയിലാണ്? അമൃത, ഇക്കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി പുറത്തിറങ്ങിയ ഗസറ്റ് വിജ്ഞാപനത്തിലുള്ള വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സംസ്ഥാനത്തെ വനാതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 430ഓളം പഞ്ചായത്തുകളിലായി 1 കോടിയോളം കർഷകരെ ഈ നിയമം നേരിട്ട് പ്രത്യക്ഷത്തിൽ ബാധിക്കുമെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇതിലെ 63-ാം വകുപ്പിനെ ചൊല്ലിയാണ് വലിയ ആക്ഷേപങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ 63-ാം വകുപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പോലീസിന്റെ അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കർഷകനെ ഏതെങ്കിലും കാരണവശാൽ വാറണ്ടില്ലാതെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാം, മാത്രമല്ല കോടതിയെ അറിയിക്കാതെ അയാളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു എന്നതാണ് ഈ വകുപ്പിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടമായി പ്രധാനപ്പെട്ട സഭാധ്യക്ഷന്മാരും ഒപ്പം പ്രതിപക്ഷവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പോലീസിൻ്റെ അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയാൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല, ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ചെറിയ പണം കൊടുത്ത് വാങ്ങിയെടുത്തത് വനം വകുപ്പിന് കൈമാറുന്ന ഒരു വലിയ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വനാതിർത്തി വിസ്തൃതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ചില IFS ഉദ്യോഗസ്ഥർ നടത്തുന്ന ചില നീക്കങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് LDFിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ജോസ് കെ മാണിയാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ കരട് വിജ്ഞാപനത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുന്നില്ലെങ്കിൽ കൂടിയും വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നാലെയാണ് ക്രൈസ്തവ സഭ ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ഇതിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് ഒരു ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതായത് കർഷകരുടെ മേൽ കുതിര കയറാനായി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരകൊറിയയിലോ മറ്റോ നടപ്പിലാക്കേണ്ട നിയമമാണിത്. അത്തരം പ്രാകൃതമായ ഒരു നിയമമാണ് കേരളത്തിൽ നടപ്പിലാക്കാനായി സർക്കാർ ശ്രമിക്കുന്നത്, വനം വകുപ്പ് ശ്രമിക്കുന്നത്. അത്തരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ സർക്കാരിന് കഴിയണം. വനം മന്ത്രിക്ക് അതിനുള്ള ആർജവം ഉണ്ടാവണം. അതല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി ക്രൈസ്തവ സഭ കർഷകരെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നാണ് പാംപ്ലാനി പിതാവ് പറയുന്നത്. എന്തായാലും പാംപ്ലാനി പിതാവിനെയും അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്യു കുഴൽനാടനെ പോലെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ഇത്ര ശക്തമായ നിലപാട് തന്നെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ വനമന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത് ക്രൈസ്തവ സഭ ഈ വിഷയം, ഈ കരട് വിജ്ഞാപനം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അവരെ കലാപത്തിലേക്ക് നയിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അവരെ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്ന ഒരു നിലപാടാണ് സഭയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഇതൊരു കരട് വിജ്ഞാപനം മാത്രമാണ്. ഇത് ചർച്ച ചെയ്ത് എല്ലാ തരത്തിലുള്ള എല്ലാ ആളുകളുമായും ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമെന്നാണ് വനമന്ത്രി പറയുന്നത്. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് സഭ നീങ്ങുമെന്ന സൂചന കൂടി പാംപ്ലാനി നൽകുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അദ്ദേഹം
പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്. അതായത് ക്രൈസ്തവ സഭ കർഷകരെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും. കാരണം വനംവകുപ്പിന്റെ നിലപാടുകൾ കഴിഞ്ഞ കുറേ കാലമായി കർഷക ദ്രോഹ നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പല വിഷയത്തിൽ, അത് വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഈ വനംവകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച ആളാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഈ വിഷയത്തിലും അദ്ദേഹം അതിശക്തമായ നിലപാടെടുക്കുന്നു. അതായത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷകരെ രംഗത്തിറക്കിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം സർക്കാരിനെതിരെ വനംവകുപ്പിനെതിരെ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം. അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒപ്പം ഈ നിയമം, ഈ കരട് വിജ്ഞാപനം പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ സമാന സ്വഭാവമുള്ള സംഘടനകളെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ വനംവകുപ്പിനെതിരെ വലിയ പ്രക്ഷോഭവുമായി രംഗത്തേക്ക് ഇറങ്ങും എന്ന സൂചന കൂടിയാണ് ജോസഫ് പാംപ്ലാനി രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, വന വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കർഷകരെ കുടിയിറക്കിക്കൊണ്ട് അവരുടെ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കുന്ന ഒരു നടപടിയാണ് ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷമായി ഉയർത്തി കാണിക്കുന്ന ഒന്ന്. മറ്റൊന്ന്, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലീസിന്റെ അമിതാധികാരം നൽകുക. അങ്ങനെ അമിതാധികാരം നൽകുമ്പോൾ കർഷകരെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുക്കാം. ഒപ്പം അവരെ കോടതിയുടെ വാറന്റ് ഇല്ലാതെ വീട്ടിൽ സെർച്ച് നടത്താം. ഒപ്പം അവരെ കസ്റ്റഡിയിലെടുക്കാം. മാത്രമല്ല അവരെ കോടതി അറിയിക്കാതെ തന്നെ ദിവസങ്ങളോളം റിമാൻഡിൽ വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുന്ന അത്തരം ചില അധികാരങ്ങൾ വനബില്ലിനെതിരെ സഭയും കോൺഗ്രസും രംഗത്തെത്തുകയാണ്. കർഷകരെ ദ്രോഹിക്കാനുള്ള, കർഷകരെ കുടിയിറക്കാനുള്ള നീക്കമാണ് ബില്ലിലൂടെ നടക്കാൻ പോകുന്നത് എന്നാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഉന്നയിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇതേ നിലപാടുമായി കോൺഗ്രസ് കൂടി സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.